ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10ാമത്തെ ക്ലാസ് ആണ് ഈ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ടേംസ് പഠിച്ചിരുന്നു. അതായത് അസറ്റ് എന്താണെന്നും അസറ്റിന്റെ ഡിവിഷൻസ് എന്താണെന്നും ലാബിലിറ്റി എന്താണെന്നും ലാബിലിറ്റിയുടെ ഡിവിഷൻസ് എന്താണെന്നും പഠിച്ചു. പിന്നീട് ക്യാപിറ്റൽ പഠിച്ചു, ഡ്രോയിങ്സ് പഠിച്ചു. ഇനി അടുത്ത ടേം ആയിട്ടുള്ള സെയിൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കുക സെയിൽസ്. ഇവിടെ ശ്രദ്ധിക്കേ, ഞാൻ മുൻ ക്ലാസ്സുകളിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ നോക്ക്, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ വാങ്ങിക്കൊണ്ട വെച്ചിട്ടുള്ള സാധനങ്ങൾ വിൽക്കുക എന്നാണ്. അത് ചിലപ്പോൾ വിറ്റതിന് ശേഷം ആ സ്പോട്ടിൽ അതിന്റെ പൈസ കിട്ടാം, അല്ലെങ്കിൽ വിറ്റതിന് ശേഷം കുറച്ച് സമയം, അല്ലെങ്കിൽ നാളെ, മറ്റന്നാൾ, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പൈസ കിട്ടുക. എന്ത് വന്നു കഴിഞ്ഞാലും ആ ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീലിങ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇടപാട് നടത്തുന്നത്, ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നം എന്താണ്, ആ ഉൽപ്പന്നം വിറ്റിട്ടാണ് നമ്മൾ ആ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വിൽക്കുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകമാണ്. സാധാരണഗതിയിൽ നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡാഷ് ഈസ് ദി മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ്. ബിസിനസ്സിന് ഒരുപാട് ഇൻകംസ് ഉണ്ടാകും, പല തരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകും. പക്ഷേ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് അതിന്റെ സെയിൽസ് ആണ്. ഓക്കെ, ബാങ്കിലിട്ട പൈസയുടെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം, നമുക്ക് ഡിസ്കൗണ്ട് എന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് ക്യാഷ് കിട്ടാം, നമുക്ക് കമ്മീഷൻ രൂപത്തിൽ നമുക്ക് ക്യാഷ് കിട്ടാം. ഇങ്ങനെയൊക്കെ ക്യാഷ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകളുണ്ട്. പക്ഷേ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എല്ലാ ഇൻകത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റും ഏറ്റവും വലുതും എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ സെയിൽസ് ആയിരിക്കും. സോ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ് ഈസ് നെയിംഡ് ആസ് സെയിൽസ് എന്നാണ് പറയുക. എന്താ? മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെയിൽസ്. ഓക്കെ, അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അപ്പൊ അത്രയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ആർക്കൊക്കെ വിറ്റോ അത് കംപ്ലീറ്റ് അവിടെ ഉണ്ടാകും. അതിൽ നമ്മൾ വിറ്റിട്ട് പൈസ കിട്ടിയ ഇത് ഉണ്ടാകാം, അതുപോലെ നമ്മൾ വിറ്റിട്ട് പൈസ കിട്ടാത്തതും ഉണ്ടാകാം. അപ്പൊ ഈ സെയിൽസ് കംപ്ലീറ്റ് എഴുതി വെക്കും. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് പൈസ തന്നുകൊണ്ട് വാങ്ങിച്ച് പോയത്, അതായത് നമുക്ക് പൈസ തന്നുകൊണ്ട് നമ്മൾ ഒരാൾക്ക് വിറ്റിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അതും എഴുതി വെക്കും. ഇനി പൈസ തരാനുണ്ടെങ്കിൽ അതും എഴുതി വെക്കും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, പൈസ തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് എഴുതി വെക്കുന്നത്? നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനമായ സംഗതിയാണ് ആ പറഞ്ഞത്. കാരണം നമ്മൾ സാധാരണ നാട്ടും പുറത്തൊക്കെ കാണുന്ന കടയിൽ എങ്ങനെയാ, അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പേര് അവിടെ എഴുതി വെക്കില്ല. പക്ഷെ പൈസ നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ പേര് എഴുതി വെച്ചിട്ട് ആ പൈസ ഇത്രയാണ് എന്ന് എഴുതി വെക്കും. ഇപ്പൊ ഞാനാണ് കടയിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ അഖിൽ 50 രൂപ തരാനുണ്ട്. പക്ഷെ ഞാൻ 50 രൂപ കൊടുത്തിട്ടാണ് മേടിച്ചെന്ന് വിചാരിക്കുക, പിന്നെ എൻ്റെ പേര് അവിടെ എഴുതി വെക്കില്ല, റെക്കോർഡ് ചെയ്ത് വെക്കില്ല. പക്ഷേ അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അതും എഴുതി വയ്ക്കും. കാരണം നമുക്ക് നമ്മുടെ ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് നോക്കുമ്പോൾ ആ സെയിൽസിന്റെ അകത്ത് ഇതും ഉൾപ്പെടണം. അല്ലാതെ കിട്ടാനുള്ള കണക്ക് മാത്രം എഴുതി വെക്കുന്ന പരിപാടിയല്ല ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത്, അക്കൗണ്ടന്റ് പണി എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇനി മറ്റേ നമുക്ക് കുറച്ചുകൂടി അങ്ങനെ വ്യക്തമായിട്ട് പറയാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ എഴുതാം. നിങ്ങൾ ഇവിടെ നോക്ക്, സെയിൽസിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടൊന്നും സെയിൽസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ സെയിൽ എന്താണെന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ ടേംസിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ്. പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ പ്രൊസീഡ് ചെയ്യുക, അല്ലെ? അത് പിന്നെ എന്താ അതിന്റെ മീനിങ്? പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കല്യാണമൊക്കെ വരുമ്പോൾ പ്രൊസീഡ് ചെയ്യാം, ഓക്കെ അല്ലെ? അത് മുന്നോട്ട് പോകാം അതുമായിട്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ഓർ റെസിപ്റ്റ് ഫോർ സർവീസ് റെന്റഡ്. സാധനം വിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം ചെയ്യുക. എപ്പോഴും ഒരു കടയിൽ നിന്ന് സാധനം വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുക ഇത് മാത്രമല്ലല്ലോ സെയിൽസ് എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ അവിടെയും സെയിൽസ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ പ്രൊഡക്റ്റ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, സർവീസ് ആണ്.
ഒരു സ്കൂളിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഫീസ് കൊടുക്കുകയാണ്, അവിടെ പ്രൊഡക്റ്റ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് അവിടെ സർവീസ് ആണ് കിട്ടുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന ആ സംഗതി എന്നിട്ട് നമുക്ക് പൈസ കിട്ടുന്നു. അതായത് ബിസിനസ്സിന് സർവീസ് റെൻഡർ ചെയ്തിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ കൊടുത്തിട്ടോ കിട്ടുന്ന പൈസ, ആ സംഗതിയെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, സെയിൽസ് എന്ന് പറയാൻ പറ്റുക. കിട്ടുന്ന പൈസയാണ് എന്നല്ലേ ഉദ്ദേശിച്ചത്. അതായത് സാധനങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ സേവനം ഒരാൾക്ക് കൊടുക്കുന്നു, ആ പരിപാടി തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെയിൽസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക, കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്ത് വെക്കുക, എഴുതിയെടുക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത ടേം ആണ് പർച്ചേസസ് എന്ന് പറയും. പർച്ചേസസ്, ഈ സെയിൽസ്, സത്യത്തിൽ സെയിൽസ് പറയുന്നതിന്റെ തൊട്ട് മുന്നേ പർച്ചേസ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സെയിൽസ് എഴുതിയതിനു ശേഷവും പർച്ചേസ് എഴുതി വെച്ചാലും നോ പ്രോബ്ലം. ഇവിടെ എന്താ പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഒരു കടയിലേക്ക് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിക്കൊണ്ട വെച്ചിട്ടുള്ള സാധനങ്ങളെയാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. ഈ സാധനങ്ങളെ നമ്മൾ ഗുഡ്സ് എന്ന് പറയും കേട്ടോ, അത് നമുക്ക് അടുത്ത ടേം ആയിട്ട് പറയാം, ഗുഡ്സ്. ഓക്കെ, അതായത് നിങ്ങൾ ഹോൾസെയിൽ കടയിൽ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, കൊണ്ടുവരുന്നു. ഇത് വാങ്ങിക്കൊണ്ട് വന്നത് എന്തിനാണ്, നിങ്ങൾ ഈ നിങ്ങളെ കടയിൽ വെച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് വിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പൊ അങ്ങനെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുള്ള സാധനങ്ങളെയാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്, പർച്ചേസസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ സെയിൽസിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ പർച്ചേസസും നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിക്കാം അല്ലെങ്കിൽ കടത്തിന് മേടിക്കാം. നമ്മുടെ പുസ്തകത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാലും എഴുതി വെക്കും, പൈസ കൊടുക്കാതെ കടത്തിന് മേടിച്ചു കഴിഞ്ഞാലും എഴുതി വെക്കും. നേരത്തെ സെയിൽസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ. അതായത് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇന്നയാൾക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് അത്രയും കൊടുക്കേണ്ടി വന്നത് എന്ന് എഴുതി വെക്കും. ഇനി പൈസ കൊടുത്താണ് മേടിച്ചതെങ്കിൽ നിങ്ങൾ എഴുതി വെക്കും എന്ത്, അയാളിൽ നിന്ന് ഇത്ര സാധനം മേടിച്ചു, ഇത്ര പൈസ കൊടുത്തു. കാരണം ഇവിടെ നമുക്ക് കംപ്ലീറ്റ് പർച്ചേസ് ഡീറ്റെയിൽസ് വേണം, അല്ലാതെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം പോരാ. കടത്തിന് മേടിച്ച പർച്ചേസ് കൊടുക്കാനുള്ള കണക്ക് മാത്രം പോരാ. ക്ലിയർ? നമുക്ക് ആരെടുത്തൊക്കെ മേടിച്ചു എന്നുള്ള ടോട്ടൽ കിട്ടണം, ആർക്കൊക്കെ കൊടുത്തു, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എല്ലാം വേണം നമുക്ക്, എങ്കിലേ നമ്മളുടെ അക്കൗണ്ട്സ് പൂർണ്ണമാകുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനും ഞാൻ സെയിൽസിന് എഴുതിയ പോലെ തന്നെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഒരു വിവരണം കൊടുക്കാം, നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, നിങ്ങൾ നോക്ക്, പർച്ചേസസ് എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക. ടോട്ടൽ, TOTAL, ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സ്, ഓക്കെ, ഇവിടെ ഗുഡ്സ് എന്നുള്ളത് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചത് വെറുതെ അല്ല, ഗുഡ്സ് തന്നെ ആയിരിക്കണം. വിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് വാങ്ങി വെച്ച സാധനങ്ങളെ മാത്രമേ നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുള്ളൂ. അത് പ്രത്യേകിച്ച് ഓർമ്മിക്കണം. ഗുഡ്സിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അടുത്തൊരു ടേം ആയിട്ട്. ഓക്കെ, അതായത് നിങ്ങളെ കടയിൽ വിൽക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിക്കൊണ്ട വെച്ച സാധനങ്ങളെ മാത്രമാണ് നിങ്ങൾ ഗുഡ്സ് എന്ന് വിളിക്കുക. അങ്ങനെ അല്ലാത്ത ചില സാധനങ്ങൾ നിങ്ങളെ കടയിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങളെ കടയിൽ നിങ്ങൾക്കൊരു മെഷീനറി വേണമെന്ന് വിചാരിക്കുക, ഒരു മെഷീൻ, എന്തെങ്കിലും ഒരു മേശ, കസേര പോലെയുള്ള സാധനം. അപ്പൊ അത് വാങ്ങിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുക തന്നെയാണ്, ആക്ച്വലി പർച്ചേസ് തന്നെയാണ് അവിടെ. പക്ഷേ അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് പർച്ചേസ് എന്നുള്ള ഹെഡ് എഴുതിയിട്ട് അതിന്റെ താഴെ ഒരിക്കലും എന്ത് വരില്ല, ഈ പറഞ്ഞിട്ടുള്ള മെഷീനറി മേടിച്ചത് വരില്ല. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങളൊരു വണ്ടി മേടിക്കുകയാണ്. എന്തിന്? നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം, സപ്ലൈ ചെയ്യണം. അങ്ങനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വണ്ടി മേടിച്ചത്. അങ്ങനെ മേടിച്ച ആ വണ്ടി നിങ്ങൾ ഒരിക്കലും പർച്ചേസ് എന്നുള്ള ഹെഡിന്റെ അടിയിൽ അതിന്റെ ചെലവ് കണക്ക് കാണിക്കില്ല. ബിക്കോസ് വിച്ച് ഈസ് നോട്ട് മീൻഡ് ഫോർ റീസെയിൽ. വിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് അല്ല നമ്മൾ ആ സാധനം മേടിച്ചിട്ടുള്ളത്, ആ വണ്ടി മേടിച്ചിട്ടുള്ളത്. വിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് അല്ല നമ്മൾ മെഷീനറി മേടിച്ചത്. അത് നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, അത് ഫിക്സഡ് അസറ്റ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റണ്ണിങ് അവർ ബിസിനസ്. ഓക്കെ, അത് ഓർമ്മയുണ്ടാവണം, നല്ല ഓർമ്മയുണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ മേടിച്ച സാധനം പ്രൊക്വയേർഡ് ബൈ എ ബിസിനസ് കൺസേൺ, ഒരു ബിസിനസ് കൺസേൺ നേടിയെടുത്തിട്ടുള്ള സാധനങ്ങൾ, ബോത്ത് ഫോർ ക്യാഷ്, അത് പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള സാധനം ആയിക്കോട്ടെ, ആൻഡ് ഫോർ ക്രെഡിറ്റ്, കടത്തിന് മേടിച്ചായിക്കോട്ടെ. കടത്തിന് മേടിച്ചത്, പൈസക്ക് മേടിച്ചത്, പൈസ കൊടുത്ത് മേടിച്ചത്. ഓക്കെ,
അപ്പൊ ഇങ്ങനെ എങ്ങനെ മേടിച്ചു കഴിഞ്ഞാലും അത് റീസെയിൽ ചെയ്യാനെന്നുള്ള ഉദ്ദേശത്തിലാണ് മേടിച്ചത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പർച്ചേസസ് എന്ന് വിളിക്കുന്നത്. ഒരിക്കലും ഒരു ഫിക്സഡ് അസറ്റ് പൈസ കൊടുത്തിട്ടോ കടത്തിനോ മേടിച്ചത് ഇതിന്റെ ഹെഡിൽ താഴെ വരില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഗുഡ്സിനെ റൗണ്ട് ചെയ്തത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ടേംസിലേക്ക് പോകാം. നിങ്ങൾ നോക്ക്, ഞാനിപ്പം പറഞ്ഞിട്ടുള്ള പർച്ചേസസ് എന്ന് പറഞ്ഞ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലേ, അതിലുള്ള ഗുഡ്സിനെ ഞാൻ അവിടെ നിർത്തിച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വൃത്തിക്ക് എഴുതാം. ഗുഡ്സ്. ഓക്കെ, എന്താ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഓൾറെഡി പർച്ചേസ് പറയുന്നതിന്റെ കേസിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മേടിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡീല് ചെയ്യുന്ന വസ്തുക്കളെ അതിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു പലചരക്ക് കടയിലാണെങ്കിൽ അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത് അരി, പഞ്ചസാര, ചായപ്പൊടി, മറ്റ് വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ അവിടെ എന്തൊക്കെ സാധന സാമഗ്രികൾ ഉണ്ടോ അതൊക്കെയാണ് ഗുഡ്സിൽ വരുന്നത്. ഓക്കെ, ഓരോ സാധനത്തിന്റെയും ഓരോ സ്ഥാപനത്തിലെയും ഗുഡ്സ് എന്ന് പറയുന്നത് ഓരോന്നായിരിക്കും. ഒരു മൊബൈൽ കടയിലെ ഗുഡ്സ് എന്ന് പറയുന്നത് മൊബൈൽ, ചാർജർ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന അതിന്റെ ആക്സസറീസ് അതൊക്കെ ആയിരിക്കും. ഒരു ഫർണിച്ചർ കടയിലുള്ള പിന്നെ ഗുഡ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള മേശ, കസേര, ഫർണിച്ചർ, ഷെൽഫ് ഇതൊക്കെ ആയിരിക്കും. അവിടെ ഈ മേശയും കസേരയൊക്കെ വേറെ തന്നെ ഉണ്ടാവും, ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള മേശയും കസേരയും അവരുടെ പിന്നെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അതൊന്നും ഒരിക്കലും എന്തല്ല, അവിടുത്തെ ഗുഡ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഡീല് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനം ഡീല് ചെയ്യുന്ന വസ്തുക്കളെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, ഇവിടെ ഗുഡ്സിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് കമ്മോഡിറ്റീസ്, പ്രൊഡക്റ്റ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. ഒരു ട്രേഡർ ഡീല് ചെയ്യുന്ന കമ്മോഡിറ്റീസ് എന്ന് വെച്ചാൽ സാധനങ്ങൾ, വസ്തുക്കൾ, പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങള്, ആർട്ടിക്കിൾസ് മറ്റു വസ്തുക്കള് എല്ലാം ഒന്ന് തന്നെയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, തിങ്സ് മറ്റു വസ്തുവകകള്, ഇതൊക്കെ ആണ് എന്ത്, ഗുഡ്സ്. ഒരു ട്രേഡർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്, ആർട്ടിക്കിൾസ്, കമ്മോഡിറ്റീസ്, തിങ്സ് ഇതിനെയൊക്കെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, ഓരോ സ്ഥാപനത്തിലെയും ഇടപാട് നടത്തുന്ന വിൽക്കാൻ കൊണ്ട് വെച്ചിട്ടുള്ള സാധനങ്ങളെയാണ് ആക്ച്വലി ഗുഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്ത ടേംസിലേക്ക് പോകാം. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും. ക്ലിയർ? ഇവിടെ നോക്ക്, നമ്മുടെ അടുത്ത ടേം ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എടുപ്പാണ്. കട നാളെ അവധിയായിരിക്കും. എവിടെയെങ്കിലും എഴുതി വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കിക്കോ. അതിപ്പോ കാണൂല, അതൊരു ഫെബ്രുവരി, മാർച്ച് അവസാന ആ സമയത്തൊക്കെ ചില കടയുടെ മുന്നിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും സ്റ്റോക്ക് എടുപ്പ് കാരണം നാളെ അവധിയാണ്. സ്വർണ്ണക്കടയുടെ മുന്നിലുണ്ടാവും, ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലുണ്ടാകും, പിന്നെ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ചെരുപ്പ്, അതുപോലെ പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയുടെ മുന്നിലുണ്ടാകും, ഒക്കെ കാണാം. എന്താ ആക്ച്വലി നടക്കുന്നത്? അവർക്ക് നിലവിൽ വിൽക്കാതെ ആയിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിലവിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് കണക്കെടുക്കണം. സ്റ്റോക്ക് എടുക്കുക, സ്റ്റോക്ക് എടുപ്പ് എന്നൊക്കെയാണ് അതിന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്കെടുക്കുന്ന എന്തിനാ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകുള്ളൂ. എത്ര സാധനം മുന്നേ മേടിച്ചിരുന്നു അവർ എഴുതി വെച്ചിട്ടുണ്ട്, എത്ര സാധനം വിറ്റത് കംപ്ലീറ്റ് അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ബാക്കി എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് എടുത്ത് വെക്കണം. അതിൽ ചിലത് ഡാമേജ് ആയിട്ടുണ്ടാകും, പോയിട്ടുണ്ട്, അതൊക്കെ അവർ മാറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, അതിന്റെ കണക്കും കൂടി മാറ്റി അവിടെ എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നോക്കൂ, ദി ഗുഡ്സ് ലൈയിങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു ബിസിനസ്സിൽ ഉള്ള ഗുഡ്സ്, എന്തിന്, സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ഗുഡ്സ്, അത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് നമ്മളെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടോ അന്ന് നമുക്ക് ആ പെർട്ടിക്കുലർ ഗുഡ്സിന്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറയാം, ഈ ഗുഡ്സ് ഇത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവൂല, ഒന്നുകൂടി കേട്ടോ. നിങ്ങളെ കയ്യിൽ നിങ്ങൾ പിന്നെ ബിസിനസ് നടത്തുന്ന ഒരു സ്റ്റേഷനറി കടയാണെന്ന് വിചാരിക്കാം. നമ്മൾ അവിടെ സോപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അല്ലെ, നമ്മൾ ബാത്ത് സോപ്പ്, കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ്. അപ്പൊ ആ സോപ്പിന്റെ കണക്കെടുക്കുകയാണ് നമ്മളെന്ന് വിചാരിക്കുക. ആ സോപ്പ് എന്തിനാ കടയിൽ കൊണ്ടുവച്ചത്? വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ, ഫോർ സെയിലിന് വേണ്ടിയിട്ടല്ലേ. അപ്പോ ഈ ഡേറ്റ്, ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് ഒരു 30 വിചാരിക്കുക.
മാർച്ച് 30 എത്രത്തോളം സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട്, സോപ്പ് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളതിന്റെ കണക്ക് നമ്മൾ എടുക്കും അല്ലെ. അപ്പോൾ അവിടെ ആ മാർച്ച് 30 ആ പെർട്ടിക്കുലർ ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള സോപ്പിന്റെ കംപ്ലീറ്റ് കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട്, ഇത്ര സോപ്പ് സ്റ്റോക്ക് ആയിട്ട് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളൊരു കണക്ക് ആൻസർ നമുക്ക് കിട്ടും. ഇത് തന്നെയാണ് ആക്ച്വലി സ്റ്റോക്ക്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ടിൽ ഓഫ് ഗുഡ്സ്. എന്താ സ്റ്റോക്കിന്റെ ഒരു ഡെഫിനിഷൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ടിൽ ഓഫ് ഗുഡ്സ്. നേരത്തെ ഗുഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗുഡ്സിന്റെ ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ, അതിന്റെ ഒരു കെട്ട് ഉണ്ടാകുമ്പോൾ, അതിന്റെ ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ബണ്ടിൽ എന്ന് പറയുന്നത്. ബണ്ടിൽ അല്ലെ, ഒരു കെട്ട്, ഒരു ബണ്ടിൽ ന്യൂസ് പ്രിന്റ് ഒക്കെ അങ്ങനെയൊക്കെ മേടിക്കൂലേ നമ്മൾ, അത് തന്നെ. അപ്പോൾ ബണ്ടിൽ ഓഫ് ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ സ്റ്റോക്ക് ഒരു ഗിവൺ ഡേറ്റിന് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആ ഡേറ്റിന് നമ്മുടെ കയ്യിലുള്ള ആ വസ്തുവിന്റെ സ്റ്റോക്ക് എന്ന് വിളിക്കാം. ഇത് നമ്മൾ കണക്ക് ചെയ്യുന്ന, നമ്മൾ അക്കൗണ്ടന്റ് കണക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഡേറ്റ് ആണ് മാർച്ച് 30. ഈ മാർച്ച് 30 നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കടയിലെയും കണക്കിന്റെ സ്റ്റോക്ക് എടുക്കുക ഒക്കെ നടത്തുക. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നമുക്ക് ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്നൊക്കെ പറയാം. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മുന്നോട്ട് പറയാം. അപ്പോൾ ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ സോപ്പിന്റെ ഇത്ര സ്റ്റോക്ക് ഉണ്ട്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സോപ്പിന്റെ ക്ലോസിംഗ് ഡേറ്റിനുള്ള നമ്മളെ ബിസിനസിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് നമ്മളെ കയ്യിൽ ഇത്ര സോപ്പ് ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുക, ഒരു ബിസിനസ്സിൽ ഒരു നിശ്ചിത ഡേറ്റിന് വിൽക്കാതെ ബാക്കിയായിട്ടുള്ള സാധനം നമ്മൾ വിൽക്കാൻ കൊണ്ടാച്ചായിരുന്നു, പക്ഷെ വിറ്റിട്ടില്ല. അതിനാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്, സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പറയാം. ഇത് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്റ്റോക്കിനെ കുറിച്ചുള്ള വിവരണം. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ അടുത്ത ടേമായിട്ട് പറയാണ് റവന്യൂ ഓർ ഇൻകം. എന്താണ് റവന്യൂ ഓർ ഇൻകം? ഞാൻ ഇവിടെ എഴുതാം, റവന്യൂ, REVENUE, ഓർ ഇൻകം. നേരത്തെ നമ്മൾ സെയിൽസ് എന്താണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം അതുമായിട്ടൊരു ബന്ധമൊക്കെ ഉള്ള ടേം ആണിത്. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം, ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം. റവന്യൂ ഓർ ഇൻകം രണ്ടും ഒരു വാക്കിനെ അല്ല ഒരു സംഗതിയെ കാണിക്കുന്ന വാക്കാണ്. ഇത് ഒന്നുകിൽ ഇത് ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഈ ടേം ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാധനങ്ങൾ വിറ്റിട്ട് കിട്ടുന്നതിനെയാണ് അല്ലെങ്കിൽ വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിന്റെ പ്രധാനപ്പെട്ട സെല്ലിംഗ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന രൂപത്തിൽ മാത്രമല്ല പൈസ കിട്ടുക. എന്താ പറഞ്ഞേ? അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവിടെ നടക്കുന്ന ഡീലിങ്സ് ഉണ്ടല്ലോ. ഒരു പലചരക്ക് കടയാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് വിചാരിക്കുക. ആ സൂപ്പർ മാർക്കറ്റ് അവിടുന്ന് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നു, അവർക്ക് വരുമാനം കിട്ടുന്നു. അത് നമ്മൾ സെയിൽസ് എന്ന് പഠിച്ചു. പക്ഷേ ആ സാധനം വിറ്റിട്ട് കിട്ടുന്നത് മാത്രമല്ല അവരുടെ ഇൻകം അല്ലെങ്കിൽ വരുമാനം. അവർക്ക് ചിലപ്പം ബാങ്കിലിട്ട പൈസയുടെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടാം, അവർക്ക് ഡിസ്കൗണ്ട് കിട്ടാം, അല്ലെ, അവർക്ക് പിന്നെ കമ്മീഷനായിട്ട് ഒരു പൈസ എവിടുന്നെങ്കിലും കിട്ടാം. ഇങ്ങനെ പല തരത്തിലുള്ള വരുമാനം ഉണ്ടാകും, സെയിൽസ് മാത്രമല്ല. കൂടാതെ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻകം ഏറ്റവും മേജറായിട്ട് അതും ഉണ്ടാകും. ഇങ്ങനെ സെയിൽസ്, ഇൻട്രസ്റ്റ്, പിന്നെ ഡിസ്കൗണ്ട് ആയിട്ട്, കമ്മീഷനായിട്ട്, ഇങ്ങനെയൊക്കെ ബിസിനസ്സിന് പണം വരാം. ഇങ്ങനെ ടോട്ടൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആ വരുമാനത്തിനെയാണ് റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ അതിൽ സെയിൽസ് പെടും, ഇൻട്രസ്റ്റ് പെടും, ഡിസ്കൗണ്ട് പെടും, കമ്മീഷൻ പെടും, എല്ലാം പെടും. സെയിൽസ് നേരത്തെ എന്താണെന്ന് നമ്മൾ വേറെ തന്നെ പഠിച്ചതാ ആ കൂട്ടത്തിൽ. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനമാണ് ആക്ച്വലി എന്ത്, ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത്. അതിൽ സെയിൽസ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതായത് മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് സെയിൽസ് എന്ന്. ഈ പറഞ്ഞതിനേക്കാളെല്ലാം കൂടുതൽ സെയിൽസിലൂടെ ആയിരിക്കും അവർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് സെയിലാണ് മേജർ ഇൻകം എന്ന് പറയാൻ കാരണം. ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ടേംസ് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു 3, 4, 5 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് കാണുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം, നിർബന്ധമാണ്. അപ്പോൾ see you അടുത്ത ക്ലാസ്സിൽ കാണാം.